നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹം വീണ്ടും പിറകിലോട്ട് സഞ്ചരിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഓരോ രാജ്യങ്ങളും ഓരോ കാര്യത്തിൻ്റെ പേരിൽ പുരോഗതി പ്രാപിക്കുമ്പോൾ, ഓരോ സ്ഥലങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് സംസ്ഥാനങ്ങളും പുരോഗതി പ്രാപിക്കുമ്പോൾ, നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് വീണ്ടും പഴയ ഒരു വിദ്യാഭ്യാസത്തെ ഇല്ലാത്ത തലമുറയിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വീണ്ടും തമ്മിൽ തല്ലുന്ന രീതിയിലുള്ള ഒരു സ്വരത്തിലേക്ക് നമ്മുടെ സമൂഹം വീണ്ടും വീണ്ടും കടന്നു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്കറിയാം, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ വിയോഗം നമ്മളൊക്കെ കണ്ടു. എന്തുകൊണ്ടാണ് ആ പൊന്നുമോൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ആത്മഹത്യ എന്തിനും ഒരു പരിഹാരമല്ല. പക്ഷേ എന്നിരുന്നാലും ആ പൊന്നുമോൻ്റെ മരണം നമ്മൾ കാണുമ്പോൾ, നമുക്ക് ആ വാർത്ത മുമ്പിൽ വരുമ്പോൾ, അമ്മയുടെ അച്ഛൻ്റെ ബന്ധപ്പെട്ടവരുടെ കരച്ചിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്കതിന് മൗനം പാലിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൾ നിറയുകയാണ്, നമ്മുടെ കാതുകൾ അവിടുന്ന് സങ്കടത്തിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിറങ്ങലിച്ചു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയാം തൻ്റെ ഒരു അധ്യാപകൻ ആ പൊന്നുമോൻ്റെ മരണത്തിൻ്റെ കാരണം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പോവാൻ, ഹൃദയം പൊട്ടിപ്പോവുകയാണ്. തന്നെ നന്മ പഠിപ്പിക്കണ്ട, നീതി പഠിപ്പിക്കണ്ട, തനിക്ക് അറിവ് പറഞ്ഞു തരണ്ട, വരുന്നൊരു സമൂഹത്തിലേക്ക് ഒരു നായകനായിട്ട് ഇറങ്ങി വരണ്ട, ഒരു സമൂഹത്തിൻ്റെ പരിചാരകനാകണ്ട ഒരു പൊന്നുമോനാണ് ആത്മഹത്യ ചെയ്തത്. ആ പൊന്നുമോൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിറത്തെ അവിടുന്ന് വിളിക്കുന്നുണ്ട്. നീ പുഴുത്ത പട്ടിയെ എന്ന് വിളിക്കുകയാണ് ഒരു അധ്യാപകൻ്റെ നാക്കിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു വാക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു അധ്യാപകൻ്റെ വാക്കിൽ നിന്ന് വരേണ്ടതാണോ? അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നന്മ പറഞ്ഞു കൊടുത്താൽ നന്മക്കനുസരിച്ച് വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ അധ്യാപകൻ ചെയ്ത പണി നോക്കൂ നിങ്ങൾ. മറ്റുള്ളവർക്ക്, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പരസ്യമായിട്ട് അവിടുന്ന് നിറത്തെ അവഹേളിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും താഴ്ന്നൊരു ജാതിക്കാരനായതുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞിട്ട് വരെ അവിടുന്ന് അവഹേളിക്കുകയാണ്. സീനിയർ വിദ്യാർത്ഥികൾ അവിടുന്ന് റാങ്കിങ് നടത്തുകയാണ്. തൻ്റെ അമ്മയ്ക്ക് അന്നത്തെ ദിവസം പോലും അവിടുന്ന് വിളിച്ചിട്ട് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് അവിടുന്ന് ഞാനിന്ന് വരുമെന്ന പ്രതീക്ഷയും കൊടുത്തിട്ട് തൻ്റെ അമ്മയ്ക്ക് മുമ്പിലും തൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലും സന്തോഷത്തിൻ്റെ കഥകൾ പറഞ്ഞ് അവസാനം ആ പൊന്നുമോന് വീട്ടിലേക്ക് വരുന്നത് ചേതനയറ്റ ശരീരവുമായിട്ട് ഒരു ആംബുലൻസിലാണ്. കണ്ടോ നിങ്ങൾ ആ വാർത്ത? 5ാം നിലയിൽ നിന്ന് ആ പൊന്നുമോനെ താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് മരണപ്പെടുകയാണ്, സ്വന്തം ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കാരണക്കാരാരാണ്? തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ആ പൊന്നുമോൻ ഇത് പഠിക്കാൻ പോകുന്നത്. നല്ലൊരു നിലയിലെത്തണം, എൻ്റെ അച്ഛനെയും അമ്മയെയും ബന്ധപ്പെട്ടവരെയും എനിക്ക് നല്ല രൂപത്തിൽ നോക്കണം, വളർത്തണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന നല്ല താല്പര്യത്തോടു കൂടി ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് അവിടേക്ക് ആ പൊന്നുമോൻ്റെ അധ്യാപകർ, +2-ലും +1-ലൊക്കെ പഠിപ്പിച്ച അധ്യാപകർ വരുന്നുണ്ട്. ആ പൊന്നുമോനെ കുറിച്ചിട്ട് ആ ടീച്ചർമാർ പറയാൻ, നല്ല വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഡോക്ടറായിട്ട് ഇറങ്ങുമെന്ന് ആ പൊന്നുമോൻ ടീച്ചറുകൾക്ക് വാക്ക് കൊടുക്കുകയാണ്. കൊറോണ സമയത്ത് പോലും വേണ്ട രൂപത്തിൽ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിട്ടും മറ്റു വിദ്യാർത്ഥികളെക്കാളും വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടു കൂടെ സംശയങ്ങൾ ചോദിച്ചും എല്ലാം നല്ല രീതിക്ക് ടീച്ചർമാരുടെ ഇടപെട്ട് നല്ലൊരു പഠിക്കാനൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ് എന്ന് പറയുന്ന ഈ പൊന്നുമോൻ. പക്ഷേ ആ സുഹൃത്തിൻ്റെ, ആ സഹോദരൻ്റെ, കുഞ്ഞനുജൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ പഠിപ്പിച്ച അധ്യാപകരാണ്. അതാലോചിച്ച് നോക്കൂ നിങ്ങൾ. തനിക്ക് നന്മ അറിവ് പറഞ്ഞു തരുന്ന അധ്യാപകർ അവിടുന്ന് ആക്ഷേപ വാക്കുകൾ ഉന്നയിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അവിടുന്ന് മനപ്രയാസം വരികയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് എവിടെയാണ് അധ്യാപകരെന്ന് പറയുന്നത്? ഇവരൊക്കെ ഗുണ്ടായിസമല്ലേ ചെയ്യുന്നത്? ഇവരൊക്കെ ആ ഒരു സ്ഥാപനത്തിൽ എന്താണ് അവരൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നോക്കൂ നിങ്ങൾ, ആ അമ്മ പൊട്ടിക്കരയാൻ, സഹോദരങ്ങൾ കരയാൻ, അവരുടെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ കണ്ണീരിൽ ആഴ്ത്തുന്ന മരണങ്ങളാണ് ഈ ഇടയായിട്ട് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായക്കാരായ മക്കൾ നിഷ്ഠൂരമായിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ചില കാരണങ്ങൾ അവർക്ക് മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലാണ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ അവസ്ഥ. നമ്മുടെ കുടുംബത്തിൽ ഇത് വരാതിരിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.
നല്ല ഒരു പ്രതീക്ഷയുമായിട്ട് പറഞ്ഞു വിട്ട മാതാപിതാക്കളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ലീവിന് വരുന്ന സമയത്ത് അത് എന്തൊരു സന്തോഷമായിരിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ. നമ്മൾക്ക് ജോലി സ്ഥലത്ത് നിന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആ സമയമായ നീ പോന്നില്ലേ, നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുന്ന വാപ്പയും ഉമ്മയുണ്ട് നമുക്ക്, അല്ലേ? എന്നാൽ ഇങ്ങനെ പ്രതീക്ഷകളുമായി കാത്തിരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മക്കൾ സ്കൂളിലേക്കൊന്ന് പോയാൽ ആ പോയത് മുതൽ അവർ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മനസ്സിനകത്ത് ആദിയാണ്, തീയാണ്. ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4:30 വരുന്ന ബസ് ഒരു 5-10 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് സഞ്ചരിച്ചാൽ, ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, എന്നും വരുന്ന സമയത്ത് വരാതിരുന്നാൽ നമുക്ക് എത്രത്തോളം വിഷമമായിരിക്കും. എൻ്റെ കുട്ടി എവിടെ, ബസ് എവിടെ, അയൽവക്കത്തേക്ക് വിളിക്കും, എൻ്റെ മകൾ വന്നിട്ടുണ്ട്, എൻ്റെ മകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അല്ലേ? ഇതാണ് നമ്മുടെയൊക്കെ രക്ഷിതാക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ. ഈ മക്കളുടെ മുമ്പിലേക്കാണ് ആ പൊന്നുമോൻ്റെ ചേതനകെട്ട ശരീരം കൊണ്ടുവരുന്നത്. ഞാനൊരു വീഡിയോ കണ്ടു, ഈ പൊന്നുമോൻ്റെ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന അമ്മയെ ആര് തടുത്തിട്ട് നിൽക്കുന്നില്ല, തളർന്ന് വീയാണ് ആ പൊന്നുമോൻ്റെ ശരീരത്തിൻ്റെ ചാരത്ത് വന്നിട്ട് ആ അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് എവിടെ നിന്ന് നമുക്ക് സഹിക്കാൻ കഴിയും? ഇത് എങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും? ആ പൊന്നുമോന് നീതി കിട്ടണം. ആ പൊന്നുമോനെ ആക്രമിച്ച, അവിടുന്ന് അസഭ്യ വാക്കുകൾ പറഞ്ഞ, ആ പൊന്നുമോനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ അധ്യാപകന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അവിടെ. മാത്രമല്ല ആ പൊന്നുമോനെ അവിടുന്ന് റാങ്കിങ് ചെയ്ത ഒരുപാട് സീനിയോറിറ്റി കാണിച്ച കുറച്ച് സീനിയർമാരും അവിടെയുണ്ട്, അവർക്കും അത് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അല്ലേ? വേണ്ടേ? അത് വേണം. അത് ഇല്ലാത്ത കാലത്ത് ആയതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. കണ്ടു, അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പുറമെ തക്കതായിട്ടുള്ള നിയമപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഒരു കാലഘട്ടത്തിൽ ജാതിയുടെ പേരിലും അതുപോലെ തന്നെ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഈ മുതിർന്ന ജാതിക്കാർ അകറ്റി നിർത്തിയിരുന്ന സംഭവമൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരെ. മറന്നുപോയി. പാഠഭാഗങ്ങളിൽ ചർച്ച നടത്തിയതൊക്കെ തിരിച്ചപ്പെട്ടു. എന്തിന് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ? നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകരുത്. നിറത്തിൻ്റെ പേരിൽ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു അത്ഭുതകരമായ സംഭവം നമ്മൾ ഓർത്തു പോവാൻ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടെ വളരെ സുന്ദരനായിരുന്നു, വെളുത്ത തുടുത്ത ശരീരമായിരുന്നു. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു നീഗ്രോ വർഗ്ഗക്കാരനായിരുന്നു. രണ്ടുപേരെയും ഒരേ പാത്രത്തിൽ നിന്ന് ഊട്ടിയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? നിറത്തിൻ്റെ പേരിൽ ആരെയും അവിടുന്ന് കളിയാക്കരുത്, ആക്രമിക്കരുത്, കുറ്റം പറയരുത്, അകറ്റി നിർത്തരുത് എന്ന് പഠിപ്പിക്കലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രവാചകൻ്റെ അനുയായികളായ നമ്മുടെ സന്ദേശങ്ങൾ ഇതായിരിക്കണം. മനസ്സിലാക്കണം. എന്നിട്ടാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തിനാണ് ഈ നിറവും വർഗവും ഒക്കെ പറഞ്ഞ് മനുഷ്യർ തമ്മിലടിക്കുന്നത്? ഓരോരുത്തരും മതസൗഹാർദ്ദത്തോടു കൂടെ, അതിൻ്റെ പുറമെ അതോടുകൂടെ മതങ്ങൾ സൗഹാർദ്ദം പറഞ്ഞ മനുഷ്യൻ്റെ സൗഹാർദ്ദമാണ്. കൊറോണ വന്നു, അന്ന് വർണ്ണങ്ങളില്ല, വർഗങ്ങളില്ല, അന്ന് മനുഷ്യരായിരുന്നു എല്ലാം. ജാതിയും മതം നോക്കാതെ നമ്മളൊക്കെ ഒന്നിച്ച് നിന്നില്ലേ? അതൊക്കെ പോയപ്പോൾ വീണ്ടും ഇതുപോലെ ഈ വർഗീയ വെറികളുമായിട്ട് എന്തിനാണ് ഈ സമൂഹത്തിൽ നിങ്ങൾ കടന്നു വരുന്നത്? ഒരു സമൂഹത്തിൽ പുഴുക്കുത്തുണ്ടാക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കാനുള്ളത്. ഇതുകൊണ്ടൊക്കെ എന്താണ് ഈ സമൂഹത്തിൽ നേടാൻ കഴിയുന്നത് എന്ന് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. അതിന് വേണ്ടി നമ്മൾ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാടുകളിലോ ഇനി ഇല്ലാതിരിക്കട്ടെ.